വരും. അത് എന്തുകൊണ്ട് തിരിഞ്ഞു പോയെങ്കിലും അറിയില്ല. അത് ഇവർക്ക് വിവരത്തിന് വഴി പറയും. ഇവർക്ക് കാണില്ല. ദൈവം അങ്ങനെ നിർത്തുന്ന ഇവർക്ക് കാണില്ല. വരുന്ന ആള് ആരാണ് മറ്റേ ആള് ഒരു തന്നെ ഒഴിഞ്ഞു ഒരു കാര്യം പറയും. എന്തിനാണ് പോയതെന്ന് അറിയില്ല. ഇങ്ങനെ പോകും. ഒന്നും നേരെ നടന്ന് കുടുംബമില്ല ഒഴിക്കില്ല. അപ്പോൾ വീണ്ടും പോയി കാണുന്നത് ഒന്നിൽ കൂടുതൽ വിവാഹം രണ്ടും കൂടുതൽ വിവാഹം അങ്ങനെയൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ ആർക്കും മനസ്സിലാവില്ല. 10 പേരും ചന്ദ്രൻ നിർത്തുന്നു, നല്ല ഭർത്താവ് നല്ലതായിരിക്കും എന്ന് പറയും. അങ്ങനെയല്ല, ഇതൊക്കെ മാരേജിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതിന് വേറെ നല്ലത് രാജ്യമാണ് പറയും. അതിൻ്റെ അവരുടെ മേലെ കഴിയില്ല. വരുന്ന പ്രശ്നം ഇതൊക്കെയാണ്. മനസ്സിലാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ മാത്രമേ ഒരു ജാതകം അതായത് ചെയ്യും നല്ല രീതിയിൽ നടക്കാൻ പറ്റുള്ളൂ. അത് മാത്രമേ നമുക്ക് ഒരു മര്യാദയും കിട്ടില്ല. മര്യാദ കിട്ടില്ല. ഒരു മതിപ്പോ മര്യാദയൊന്നും കിട്ടില്ല. ഇവരെ അറിയില്ല. അറിയാതെ ആണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതുപോലെ ഗുരുവിനെ ബാധിക്കും. ഗുരുവിനെ നിസ്സഹായ അവസ്ഥ ഗുരു പാടനായി പോകുന്നു. അതുകൊണ്ട് ഗുരു പാടരാകും. അപ്പോൾ ഗുരു ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം രാഹുവിന്റെ കൺട്രോൾ ആയിപ്പോയി. ഈശ്വരൻ എല്ലാവരും പറയുന്നത് രാഹുവിന്റെ ഗുരു രാഹുവാണ് അവിടെ കൈലായത്. ഗുരുവിനെ രാഹുവിനെ ഒരു വിലയില്ലാന്നല്ല. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നത്. ഒരു ഹോമറയ്ക്കുള്ളിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിഗത കർമ്മങ്ങളും അതിന് ഇങ്ങനെ മാറ്റുകയാണ്. നമുക്കത് രാഹുവിനെ പറ്റി കൂടുതൽ ചെയ്യുന്നതിന് ഗുരു പഠിക്കുമ്പോഴേ അതൊക്കെ മനസ്സിലാവുക. ഓക്കെ, അതാണ് ഈ ഗുരു സഞ്ചാരയോഗം എന്നൊക്കെ പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഇവിടെയാണ് കൊടുക്കാൻ നോക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ മറ്റുള്ള ജാതകത്തിലും മറ്റു ജാതകത്തിലും പോലെ ആണെങ്കിൽ ശ്രദ്ധിക്കണം. 2ഉം 7ഉം എല്ലാവരും നോക്കണം. അങ്ങനെ നോക്കിയ ശേഷം മാത്രമേ യോഗം ജാതകം നോക്കാൻ കൊടുക്കാൻ നോക്കാൻ പാടില്ല. അല്ലെങ്കിലാണ് പ്രശ്നങ്ങൾ. കാരണം ഇവർക്ക് വിവാഹം നടക്കുന്നത് 40 വയസ്സായാലും വിവാഹം നടക്കില്ല. ചില പ്രശ്നങ്ങളുമുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കണം. അല്ലെങ്കിൽ ദോഷമായിട്ടിരിക്കുന്ന യോഗമായിരിക്കും അത് നിങ്ങൾ ആരോഗ്യം കാണിച്ചത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതുപോലെ പണം കുട്ടികളാകുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് ആഘോഷമുണ്ടാവും. അതിന് വേണ്ടി പണം ചെലവാക്കി തരാതിരിക്കാം. അല്ലെങ്കിൽ രണ്ടുപേരും മാറി മാറി താമസിക്കുന്ന ആൾക്ക് എല്ലാവരും ഒരുമിച്ച് ജീവിക്കാനുള്ളവരാണ് ചിന്തിക്കാറുള്ളത്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇത് ഗുരു ആറായിട്ട് 12,000 നാളുകൾ ജീവിക്കുവാനും സംസ്ഥാനമായിരുന്നാലും ആ സംസ്ഥാനങ്ങളെല്ലാം സമ്പത്തായിരുന്നാലും ഔദ്യമായിരുന്നാലും ഇതൊക്കെ ഗുരുവിനെ ബാധിക്കുന്നുണ്ട്. അതൊക്കെയാണ് കുറച്ച് ദോഷങ്ങൾ. എല്ലാം ലേറ്റാകും. ഗുരു ഔദ്യം വന്ന് എല്ലാ കാര്യങ്ങളും കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ 6, 8, 12 നാളുകൾ നല്ലൊരു ഗുരുവിലേക്ക് കിട്ടാൻ കുറച്ച് കാലങ്ങൾ കടന്നായിരിക്കും നല്ല ഗുരുവിന് കിട്ടുന്നത്. അത്രയും പഠിച്ചതൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അവസാനമായിരിക്കും ഒരു നല്ല ഗുരുവിനെ കിട്ടുന്നത്. അപ്പം നമ്മുടെ സമയം കഴിഞ്ഞിരിക്കും. ഒരു നല്ല ഗുരുവിനെ കിട്ടാനുള്ള ഒരു ചാൻസും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഗുരു ജാതകത്തിലൊക്കെ നല്ലതെന്ന് അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഗുരു എന്ന് പറയുമ്പോൾ എന്താ പറയുക, അതായത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായിരുന്നാലും എന്ത് വിദ്യ പഠിപ്പിച്ചു കൊടുത്താലും അറിവ് കൊടുത്താലും നല്ലതായിട്ട് നന്നായി വരുമെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ ഗുരുവായിട്ട് കാണാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ 2, 6, 10, 11 അങ്ങനെ ലഗ്നം വഴി നോക്കുമ്പോൾ 2, 6, 10, 15 ലക്ഷമുള്ളവരാണ് ഉപജീവന മാർഗമായിട്ട് വരുന്നത്. അതേസമയം ലഗ്നത്തിന് ലഗ്നാധിപതിക്കോ അല്ലെങ്കിൽ ലഗ്നാധിപതിയുടെ